ഒരു ചെറിയ റെസ്റ്റോറന്റിന് പുറത്ത് ഒരു ഭിക്ഷക്കാരി ആളുകൾ ഭക്ഷണം കഴിക്കുന്നത് നോക്കി നിന്നു. മാനേജർ അവളെ ശ്രദ്ധിക്കുകയും ഒരു പ്ലേറ്റ് ഭക്ഷണവുമായി പുറത്തേക്ക് വരികയും ചെയ്തു. നന്ദി, വളരെ നന്ദി, അവൾ പറഞ്ഞു. പക്ഷേ മാനേജർ തലയാട്ടി. എന്റെ മുതലാളിയോട് നന്ദി പറയൂ. ഇന്ന് അദ്ദേഹം ഇവിടെ വന്നത് നിനക്ക് ഭാഗ്യമാണ്. അവർ കൈവീശി കാണിച്ചു. എന്നിട്ട് ദിവസങ്ങളായി ഭക്ഷണം കഴിക്കാത്തതുപോലെ അവൾ കഴിച്ചു. പിന്നീട് അവൾ മുതലാളിയെ നിശബ്ദമായി സമീപിച്ചു. സർ, എന്നോട് ക്ഷമിക്കണം. ഞാൻ വളരെ ദൂരെ നിന്ന് വരുന്നതാണ്. ബസ് സ്റ്റേഷനിൽ വെച്ച് എന്നെ കൊള്ളയടിച്ചു. എനിക്കിപ്പോൾ ഒന്നുമില്ല. ദയവായി എനിക്ക് $50 കടം തരണം. ഞാൻ തിരികെ വന്ന് അത് വീട്ടിക്കൊള്ളാം. എന്നാൽ ആ പ്രായമുള്ള റെസ്റ്റോറന്റ് ജീവനക്കാരി ലേഡി ക്ഷുഭിതയായി. ഈ ഭക്ഷണം മതിയായില്ലേ? ഇവർ പട്ടണം മുഴുവൻ ഇതേ കഥ പറഞ്ഞ് നടക്കുകയാണ്. പോയി ഒരു നല്ല ജോലി കണ്ടെത്തൂ. എന്നിട്ടും മുതലാളിയൊന്നും പറഞ്ഞില്ല. അദ്ദേഹം അവൾക്ക് $100 നൽകി. എന്നിട്ട് പറഞ്ഞു, നീ ഇത് തിരികെ നൽകേണ്ട. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. സർ, ഞാൻ എന്റെ ജീവിതം നിങ്ങൾക്ക് കടപ്പെട്ടിരിക്കുന്നു. ഒരു ദിവസം ഞാൻ തിരികെ വരും. അവൾ നടന്നുപോയി. എന്നാൽ ആ പ്രായമുള്ള സ്ത്രീ ദേഷ്യത്തോടെ അവളെ പിന്തുടർന്നു. എനിക്ക് നിന്നെ വിശ്വാസമില്ല. ഇതാ അദ്ദേഹത്തിന്റെ കോണ്ടാക്ട് നമ്പർ. നീ ഇത് വീണ്ടും ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടാകും. പിന്നീട് അവൾ പോയി. വർഷങ്ങളോളം അവൾ തിരികെ വന്നില്ല. വർഷങ്ങൾക്ക് ശേഷം മുതലാളി ഒരു കടുപ്പമേറിയ വിവാഹമോചനത്തിലൂടെ കടന്നുപോയി. അദ്ദേഹത്തിന് എല്ലാം നഷ്ടപ്പെട്ടു: പണം, റെസ്റ്റോറന്റ്. ഒരു പച്ച ഉച്ചകഴിഞ്ഞ് ഒരു കറുത്ത കാർ അതേ പഴയ റെസ്റ്റോറന്റിന്റെ മുന്നിൽ വന്നു നിന്നു. നന്നായി വസ്ത്രം ധരിച്ച ഒരു സ്ത്രീ പുറത്തിറങ്ങി. സ്വാഗതം മാഡം, പ്രായമുള്ള റെസ്റ്റോറന്റ് ജീവനക്കാരി പറഞ്ഞു. നിങ്ങൾക്ക് എന്ത് നൽകാൻ കഴിയും? ആ സ്ത്രീ പുഞ്ചിരിച്ചു. നിങ്ങൾക്ക് എന്നെ ഓർമ്മയില്ലേ? വർഷങ്ങൾക്ക് മുമ്പുള്ള ഭിക്ഷക്കാരിയായ കുട്ടിയാണ് ഞാൻ. എനിക്ക് നിങ്ങളുടെ മുതലാളിയെ കാണണം. പ്രായമുള്ള സ്ത്രീ തലകുനിച്ചു. അദ്ദേഹം ഇപ്പോൾ എവിടെയാണെന്ന് ഞങ്ങൾക്കറിയില്ല. സ്ത്രീയുടെ പുഞ്ചിരി മാഞ്ഞു. അവൾ തിരിഞ്ഞു, കാറിൽ കയറി ഓടിച്ചുപോയി. എന്നാൽ ഒരു പെട്രോൾ സ്റ്റേഷനിൽ നിർത്തിയപ്പോൾ അഴുക്കുപുരണ്ട വസ്ത്രം ധരിച്ച ഒരു മനുഷ്യൻ കുപ്പികൾ ശേഖരിച്ചുകൊണ്ട് അവളുടെ ജനലിനടുത്ത് വന്നു. മാഡം, അത് അദ്ദേഹമായിരുന്നു, ഒരിക്കൽ അവളെ സഹായിച്ച ആ മനുഷ്യൻ. സർ, ഇത് ഞാനാണ്. 7 വർഷം മുമ്പ് നിങ്ങൾ സഹായിച്ച ഭിക്ഷക്കാരി. അദ്ദേഹം ആശയക്കുഴപ്പത്തിലായി, പിന്നെ വികാരഭരിതനായി. കണ്ണുനീർ വീണു. തിരിച്ചെത്താൻ ഇത്രയധികം സമയമെടുത്തതിൽ എന്നോട് ക്ഷമിക്കണം. അപ്പോൾ അവൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ കമ്പനിക്ക് ഒരു മാനേജരെ ആവശ്യമുണ്ട്. ദയവായി നിങ്ങൾ ആ സ്ഥാനത്തേക്ക് വരൂ. കാരണം ഒരു ചെറിയ ദയ ഒരിക്കാത്ത സമയത്ത് തിരികെ വന്നേക്കാം. അത് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ സാധ്യതയുണ്ട്.